Hi all, it is me Dr. Amrita here. Hope each and everyone is doing well and good. So, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതെനിക്ക് തോന്നുന്നു മിക്ക ആരും ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ ടോപ്പിക്കിന് അത്ര ഇമ്പോർട്ടൻസ് ആണ്. സോ നമ്മുടെ കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എങ്ങനെ കളയാതെ ഒഴിവാക്കാം, അതിനുമുണ്ട് ഒരു നാക്ക്, അതിനുമുണ്ട് ഒരു മൈൻഡ് ട്യൂണിങ്. അതിനെപ്പറ്റിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ എനിക്ക് അതിനു മുൻപ് പറയാനുള്ളത്, ഈ 2025 നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്ന് പറഞ്ഞ് കളഞ്ഞുപോയ സാധനങ്ങൾ നമ്മൾ കണ്ടെടുത്തി തരുമെന്നല്ല, പക്ഷെ നമുക്കൊന്ന് അതിനെയൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. സോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വസ്തുക്കൾ എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു? ഫസ്റ്റ് തിങ്, ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാം? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. കുറേ പേർക്ക് കളഞ്ഞു പോകുന്ന വസ്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് താക്കോല്. ഒന്നീ അലമാരയുടെ താക്കോലായിരിക്കാം, വീടിൻ്റെ താക്കോലായിരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ബാഗിൽ ഇട്ടതാണ്. പക്ഷെ പിന്നെ ആയപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല, എവിടെയോ കളഞ്ഞുപോയി. അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു, ഞാൻ ഫുഡ് കഴിച്ചു, പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ എവിടെയോ പോയി. അതേസമയം ഫോണ്, മിക്കവരും ഓട്ടോയിൽ കയറുന്നു, ഫോൺ മറന്നു പോകുന്നു, അതുവഴി ഫോൺ നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ വാച്ച് ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇതൊക്കെ, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമായിരിക്കും, പക്ഷേ ഒരിക്കലും അത് സിമ്പിൾ അല്ല. ഏതൊരു വസ്തുവാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇല്ല. നമ്മുടെ അധ്വാനിക്കുന്ന പൈസ അതിൽ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ജീവിതത്തിൽ ഒന്നും അത്ര സിമ്പിൾ അല്ല. അപ്പം നമുക്ക് എങ്ങനെ അതിനെയൊക്കെ ഒന്ന് മൈൻഡ് ട്യൂണിങ്ങിലോടുകൂടി ഈ കളഞ്ഞു പോകുന്ന സംഭവങ്ങളെ കളയാതെ നമുക്ക് സംരക്ഷിക്കാം. അതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ താക്കോല് മറക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം? എപ്പോഴും ശ്രദ്ധിക്കാൻ, നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു ബാഗ് തന്നെയാണെങ്കിൽ ആദ്യത്തെ അറ നിങ്ങൾക്ക് ഈസി ആയിട്ട് എപ്പോഴും തുറക്കാൻ പറ്റുന്ന അറ, ആ ഒരു അറയിൽ മാത്രമേ കീടാവുള്ളൂ. അതല്ല ഒരു സമയത്ത് നിങ്ങൾ ഈ അറയിലിട്ടു, കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ അറയിലിട്ടു, അങ്ങനെ എങ്ങനെ ആവുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കോർഡിനേഷൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ താക്കോല് ആണ് നിങ്ങൾ പൂട്ടിയതിന് ശേഷം, താക്കോലാണ് കളയുന്നവരെന്നുണ്ടെങ്കിൽ കേട്ടോ, താക്കോല് എപ്പോഴും ഒരൊറ്റ അറയിലിടുക. ഫ്രണ്ട് അറയാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ എപ്പോഴും അത് ഇടുക. അപ്പോൾ 2 weeks ഒക്കെ കഴിയുമ്പോൾ എന്താണ്, മൈൻഡ് ഓട്ടോമാറ്റിക്കലി, കാരണം നമ്മുടെ ആ മൈൻഡ് നമ്മൾ കതവ് തുറക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ അങ്ങോട്ട് തന്നെ പോകും. അതേസമയം ഈ അറ മാറി ഇടുമ്പോൾ നമ്മുടെ ആ മൈൻഡ് കോർഡിനേഷൻ അഫക്റ്റഡ് ആവും. സോ എവിടെ പോയാലും താക്കോല് നിങ്ങൾ എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രം ഇടുക. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾ പോക്കറ്റിലാണ് ഇടുന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡ് ആണെങ്കിൽ ആ റൈറ്റ് സൈഡ് പോക്കറ്റിൽ മാത്രം എപ്പോഴും ഇടുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ കോർഡിനേഷനാണ്, നിങ്ങൾക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ വാച്ച് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡിലാണ് കെട്ടുന്നതെന്ന് വെച്ചോ. ഒരു മാസം നിങ്ങൾ ആ വാച്ച് കെട്ടിയിരിക്കണം. ഒരു മാസം കഴിഞ്ഞിട്ട് 31ാമത്തെ ദിവസം നിങ്ങൾ വാച്ച് ഇടാൻ മറന്നുപോയി. എന്ത് പറ്റും? നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ലെഫ്റ്റ് കൈയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കത്തില്ലേ? യെസ്, ദിസ് ഈസ് ദ മൈൻഡ് ഫിസിയോളജി. അപ്പോൾ താക്കോല് മറക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബാഗിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് തുറക്കാൻ വേണ്ടി ഈസി ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ തന്നെ ഇടുക, മാറ്റിയിടരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ലേഡീസ് വാച്ചൊക്കെ ആണെങ്കിൽ നമ്മുടെ കൊളുത്തിടുന്ന ടൈപ്പ് വാച്ചില്ലേ, അതാണ് പെട്ടെന്ന് കളയാൻ ചാൻസ് ഉള്ളത്. നമ്മുടെ സ്ട്രാപ്പ് വാച്ച് വീണ്ടും കുഴപ്പമില്ല. കൊളുത്തിടുന്ന നമ്മുടെ ടൈറ്റിൻ്റെ ഒക്കെ നല്ല വില കൂടി ഒത്തിരി വാച്ചസ് ഉണ്ടല്ലേ, ഒരുപാട് പേർക്ക് കളഞ്ഞു പോകാറുണ്ടെന്ന് എപ്പോഴും പരാതി പറയാറുണ്ട്. അപ്പോൾ ഈ കൊളുത്താണെങ്കിൽ പെട്ടെന്ന് ലൂസാവും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ടൈം നോക്കുന്ന ശീലം കൊണ്ടുവരിക. ആ ടൈം നോക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കണ്ണും ലെഫ്റ്റ് സൈഡിലോട്ട് പോവും. ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ സമയവും അറിയാം, വാച്ചും അവിടെ തന്നെ ഉണ്ടോ എന്നറിയാം.
പിന്നെ കളഞ്ഞു പോകുന്നത് മൊബൈലാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, എപ്പോഴും മൊബൈൽ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. കാരണം 1000 രൂപയുടെ മൊബൈൽ ഫോണാണെങ്കിലും 1,00,000 രൂപയുടെ മൊബൈൽ ഫോണാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒന്ന് OTP, നമ്മുടെ ആധാറിൻ്റെ OTP, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്സ് എല്ലാം, ജിമെയിൽ, എവ്രിതിങ്. ഇന്ന് നമ്മളിപ്പോൾ ചായ കുടിക്കണമെങ്കിൽ തന്നെ എന്താണ്, കൈ പൈസ ഇല്ല, എല്ലാം ഗൂഗിൾ പേ ആണ്. അതുമാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മിക്കവരുടെ നമ്പേഴ്സ് ഇതിലാണ്. ഒരു ദിവസം നിങ്ങൾ ഫോൺ ഇല്ലാതെ ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് നമ്പർ റിമൈൻഡ് ചെയ്യണം, നമ്പറല്ല, സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ആ ഒരു സോഷ്യൽ മീഡിയ വിട്ട് നോക്കൂ. സോഷ്യൽ മീഡിയ അല്ലാതെ തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ ഫുൾ കോണ്ടാക്ട് ലിസ്റ്റ്, നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നു പോയി നമുക്ക് എല്ലാവരുടെയും നമ്പേഴ്സ് അങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ഏറ്റവും എന്തൊരു ഇത് കൊടുത്താലും എന്താണ്, പഴയ നമ്പറിൻ്റെ OTP ആണ്. ആ OTP വേണമെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് ആണ് ഫോൺ. അപ്പോൾ 1000 രൂപയുടെ ഫോണാണെങ്കിലും 1,00,000 രൂപയുടെ ഫോണാണെങ്കിലും അത്ര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് അവരുടെ ഫോൺ ഓട്ടോയിൽ, റെസ്റ്റോറൻറ്റിൽ ഒക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫോൺ ഒന്നീ കൈ വെക്കുന്ന സ്വഭാവമാണെങ്കിൽ കയ്യിൽ വെക്കുക. പിന്നെ മെയിൻലി റേഡിയേഷൻസ് അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ റിസർച്ചസിൽ ഓൾമോസ്റ്റ് പ്രൂഫിങ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ബാഗിൽ ക്യാരി ചെയ്യുക, ഫോൺ സംസാരിക്കുക. അപ്പം ബാഗിൽ ഏതാണോ ഈ നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൈൻഡ് കോർഡിനേഷൻ വരും. ഇപ്പം നിങ്ങൾ ഫോൺ സംസാരിക്കുന്നു, വീണ്ടും വെക്കുന്നു, ആ ഒരു രീതിയിൽ വരിക. കാരണം ഇന്നിപ്പോൾ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നല്ല ഫോണൊക്കെ ആണെങ്കിൽ പിന്നെ പോയത് തന്നെയാണ്. എനിക്കിതുപോലെ ഒരു അബദ്ധം ഈ ഇയറിൽ പറ്റി. ഈശ്വരൻ്റെ കൃപ കൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വസ്തുക്കൾ നിങ്ങൾ മറന്നു പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെ മൈൻഡിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും ഈ കളഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ നിങ്ങളുടെ അടുത്തെത്തും. പിന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് കളഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ അവിടെയും ശ്രദ്ധയില്ലായ്മയാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സർട്ടിഫിക്കറ്റ്സ് അലക്ഷ്യമായിട്ടിടാതെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒരൊറ്റ ബിഗ് ഫയലിലാക്കുകയും വേണം. ആ സർട്ടിഫിക്കറ്റിന് തന്നെ ഒരു സെപ്പറേറ്റ് ബാഗ് വെക്കുക. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്ന ഇപ്പോൾ റൈറ്റ്സ് ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിക്കൊള്ളാം. അപ്പം നമുക്ക് നോക്കാനൊന്നും പൈസ കൊടുക്കണ്ടല്ലോ, നമ്മുടെ സ്വന്തം കണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അപ്പം മെയിൻലി നമ്മുടെ ഈ വസ്തുക്കൾ കളഞ്ഞു പോകരുതെന്നുണ്ടെങ്കിൽ ശ്രദ്ധയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ഇതൊരു ആക്ച്വലി വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ വീണ്ടും വാങ്ങിക്കുമ്പോഴാണല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്ന. സോ ഇറ്റ് വാസ് എ വെരി ഷോർട്ട് വീഡിയോ ഓഫ് മൈൻ. ഞാൻ ഇത് എന്തുകൊണ്ട് ഇട്ടു എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ താങ്ക് യു ഗൈസ് ഫോർ ലിസണിങ് മീ. എൻ്റെ വീഡിയോസ് ഇത്രയും നേരം കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇറ്റ് ഈസ് മീ ഡോക്ടർ അമൃത. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻസ് വീഡിയോ, എന്തെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റിനെ പറ്റി ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ് ആൻഡ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. പിന്നെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ഓൾമോസ്റ്റ് 636 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ 636 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ആക്ച്വലി എൻ്റെ ഓൺ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, എന്തെങ്കിലും സംശയം ഉണ്ടോ മെഡിക്കൽ റിലേറ്റഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നതാണ്. എനിക്ക് ഓൾമോസ്റ്റ് മാക്സിമം ഞാൻ എല്ലാം കമൻറ്റ്, എനിക്ക് ഒരു കമൻറ്റ് പോലും എൻ്റെ യൂട്യൂബിൽ വരുന്ന ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാതെ ഞാൻ ഒരിക്കലും പോവില്ല. സോ പ്ലീസ് ഡു ഗൈസ് comment if you have got any doubt. And it is me, Dr. Amrita here. Have a nice day and thank you guys for listening me. Thank you.